Hello students, welcome back to my channel. Last class we computer organization and architecture subject start gate exam weightage subject computer organization and architecture. Last video introduction important topic types of registers in computer organization. This is very important topic. Okay, so we types of registers in computer organization. We last class architecture discuss the Van Neumann architecture. That's CPU registers. അത് ഏതൊക്കെ രജിസ്റ്റർ ആണ് ആ രജിസ്റ്റർ എന്തിനൊക്കെയാണ് സിപിയുവിന്റെ അകത്ത് വെച്ചേക്കുന്നത് ഇതെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം Okay, so types of registers in computer organization. നമുക്ക് നോക്കാം what are registers. Registers എന്ന് പറയുന്നത് സിപിയുവിന്റെ സ്മോൾ ആയിട്ടുള്ള ഫാസ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. ഇവരെ യൂസ് ചെയ്യുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതുപോലെ അഡ്രസ്സസ് ഇൻസ്ട്രക്ഷൻസിനെ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറി ആയിട്ടുള്ള റാം എന്ന് പറഞ്ഞ ഒരു സ്ലോവർ മെമ്മറി ആണ്. അതുകൊണ്ട് തന്നെ സിപിയുവിനെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആണ്. സോ രജിസ്റ്റേഴ്സ് ആർ ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ടൈപ്പ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. ഫ്യൂ ബൈറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂ ബിറ്റ്സ് ഇത്രയൊക്കെ ഈ രജിസ്റ്റേഴ്സിനെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവർ ഫാസ്റ്റസ്റ്റ് മെമ്മറി ടൈപ്പ് ആണ്. എന്തുകൊണ്ടാണ് റാം എന്ന് പറയുന്ന സ്ലോവർ മെമ്മറി ആവുന്നത്? കാരണം റാമിന്റെ അകത്ത് ഒരുപാട് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. CPU ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ കുറച്ച് സമയം എടുക്കും. പക്ഷെ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് എല്ലാം നടക്കും. സിപിയുവിന്റെ അകത്ത് രജിസ്റ്റേഴ്സിന്റെ ഒരു ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. മെയിൻ മെമ്മറി ആയിട്ട് രജിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തേക്കുവാണ്. എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, ദെൻ പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, MDR. ഇതെല്ലാം സിപിയുവിന്റെ അകത്ത് വരുന്ന രജിസ്റ്റേഴ്സ് ആണ്. ഇനി വൈ രജിസ്റ്റേഴ്സ് മാറ്റേഴ്സ്. രജിസ്റ്റേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പീഡാണ്. സിപിയുവിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡാറ്റ ആക്സസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് രജിസ്റ്റേഴ്സ്. സിഗ്നിഫിക്കൻറ്റ്ലി സ്പീഡിങ് പ്രോസസിംഗ് കമ്പയർഡ് ടു റാം അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിനെ വെച്ച് നോക്കുമ്പോൾ പ്രോസസ്സിങ്ങിനെയൊക്കെ സ്പീഡപ്പ് ചെയ്ത് കൊടുക്കുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പ്രോസസ്സിനെ സ്മൂത്തർ ആയിട്ട് നടത്തണമെങ്കിൽ CPU ഓപ്പറേഷൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റേനെയും ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റണം. സോ രജിസ്റ്റേഴ്സ് ഈ ഡാറ്റേനെയും ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ CPUവിന് അത്രയും അത്യാവശ്യമുള്ള ഡാറ്റേനെയെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കും സിപിയുവിന്റെ ഓപ്പറേഷൻസിന് വേണ്ടി. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ പ്രോസസ്സ് സ്മൂത്തർ ആയിട്ട് നടക്കും. ഇനി മിനിമൈസിങ് മെമ്മറി ബോട്ടിൽനെക്ക്, അതായത് ഈ രജിസ്റ്റേഴ്സ് കാരണം എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് CPU ഇന്ററാക്ട് ചെയ്യുന്നത് ആ ഒരു നമ്പർ ഓഫ് ടൈംസ് കുറയ്ക്കാൻ പറ്റും. കാരണം CPUവിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം രജിസ്റ്റേഴ്സ് തന്നെ വെക്കുന്നതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ മെമ്മറിയിലോട്ട് പോയി ഓരോ ആവശ്യം വരുമ്പോഴത്തേക്ക് തപ്പേണ്ട ആവശ്യം വരുന്നില്ല. സോ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ രജിസ്റ്റേഴ്സിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ്സിനനുസരിച്ച് രജിസ്റ്റേഴ്സിൽ നിന്ന് ഡാറ്റ എടുത്ത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സ്റ്റേണൽ മെമ്മറി ഓരോ തവണ ആവശ്യം വരുമ്പോൾ എക്സ്റ്റേണൽ മെമ്മറിയിലോട്ട് ഓടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ സിസ്റ്റം എഫിഷ്യൻസി ബെറ്റർ ആവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രജിസ്റ്റേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സ്പീഡാണ്, ദെൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എളുപ്പമാക്കുന്നു, മെമ്മറി ബോട്ടിലിനെക്ക് മിനിമൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. എന്തൊക്കെ ടൈപ്പ് രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്? രജിസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിന്റെ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പർട്ടിക്കുലർ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് രജിസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് ടൈപ്സ് ഏതൊക്കെയാണ്? അഡ്രസ് രജിസ്റ്റർ, ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ഡാറ്റയുടെ അഡ്രസ്സ്, ആ ഡാറ്റ എവിടെയാണോ ഇരിക്കുന്നത് ആ ഡാറ്റയുടെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് അഡ്രസ് രജിസ്റ്റേഴ്സ്. ഇനി പറഞ്ഞ ഡാറ്റ രജിസ്റ്റേഴ്സ്, അതായത് ഡാറ്റ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ രജിസ്റ്റേഴ്സ്. ഇനി വരുന്നത് അക്യൂമുലേറ്റർ ഹോൾഡ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ആൻഡ് ലോജിക് റിസൾട്ടുകളെയാണ്. ഇനി പ്രോഗ്രാം കൗണ്ടർ, ഏത് ഇൻസ്ട്രക്ഷൻ ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രോഗ്രാം കൗണ്ടേഴ്സ്. ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, എക്സിക്യൂട്ട് ചെയ്യേണ്ട കറണ്ട് ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ നെക്സ്റ്റ് ടെമ്പററി രജിസ്റ്റർ, CPU ഓപ്പറേഷൻസിന്റെ ഇടയ്ക്ക് ഉള്ള ടെമ്പററി ഡാറ്റയെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ടെമ്പററി രജിസ്റ്റർ. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്, പേര് പോലെ തന്നെ CPUവും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. ഈ ഒരു രജിസ്റ്റേഴ്സിന്റെ ടൈപ്പിന് ഒരു ടേബിൾ ആയിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ കാണിച്ചേക്കുവാണ്. ഇപ്പൊ എത്ര ബിറ്റ്സ് ഉണ്ട്, ഓരോ രജിസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ. DR എന്ന് പറഞ്ഞാൽ ഡാറ്റ രജിസ്റ്റർ ആണ്, AR എന്ന് പറഞ്ഞാൽ അഡ്രസ് രജിസ്റ്റർ. അപ്പൊ അതിന് എത്ര ബിറ്റ്സ് ഉണ്ട്? ഡാറ്റ രജിസ്റ്ററിന് 16 ബിറ്റ് ആണ്, അഡ്രസ് രജിസ്റ്ററിന് 12 ബിറ്റ്സ് ആണ്. ദെൻ അതിന്റെ ഫംഗ്ഷൻസ്, ഡാറ്റ രജിസ്റ്റർ ഡാറ്റ ഹോൾഡ് മെമ്മറി ഓപ്പറാൻഡ്സ്, അഡ്രസ് രജിസ്റ്റർ ഹോൾഡ് അഡ്രസ് ഫോർ മെമ്മറി. നമ്മൾ ലാസ്റ്റ് പേജ് പറഞ്ഞു തന്നെ ജസ്റ്റ് ഒന്ന് ടേബിൾ ആക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ഓരോ രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡ്രസ് രജിസ്റ്റർ എന്താണ്, ഡാറ്റ രജിസ്റ്റർ എന്താണ്, അക്യൂമുലേറ്റർ, എല്ലാ രജിസ്റ്റേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം.
ഓക്കെ, നമുക്ക് ഓരോ രജിസ്റ്റേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അഡ്രസ് രജിസ്റ്റേഴ്സ്. ഇവരെന്താ ചെയ്യുന്നത്? CPU റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ മെമ്മറി അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് അഡ്രസ് രജിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മെമ്മറിക്കകത്ത് ഒരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയെ നമുക്ക് പിക്ക് ചെയ്യണം. സോ അഡ്രസ് രജിസ്റ്റർ ആ പർട്ടിക്കുലർ മെമ്മറിയിൽ ഇരിക്കുന്ന ഡാറ്റയുടെ അഡ്രസ്സിന് തരും. അഡ്രസ്സ് മെമ്മറിയിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? മെമ്മറി അതിനെ ഡീകോഡ് ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ആ ഒരു ഡാറ്റനെ ഫെച്ച് ചെയ്തുകൊണ്ട് തരും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ അഡ്രസ് രജിസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണോ ഫെച്ച് ചെയ്തത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്കാണോ സ്റ്റോർ ചെയ്ത്, ഇതെല്ലാം നമ്മൾ എൻഷുർ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ CPU ഇപ്പം 1001 അഡ്രസ്സിലുള്ള ഒരു ഡാറ്റനെയാണ് വേണ്ടതെങ്കിൽ അഡ്രസ് രജിസ്റ്റർ 1001 എന്ന് പറയുന്ന അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡാറ്റ രജിസ്റ്റർ. ടെമ്പററി സ്റ്റോർ ഡാറ്റ ദാറ്റ് ഈസ് ബീങ് പ്രോസസ്ഡ്. CPU കറന്റ് പ്രോസസ് ചെയ്യുന്ന ഡാറ്റയെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ രജിസ്റ്റർ. താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ രജിസ്റ്റേഴ്സ്. മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റയെ CPU പ്രോസസ് ചെയ്യുമ്പോഴത്തേക്ക് ഡാറ്റ രജിസ്റ്റർ ആയിരിക്കും ഡാറ്റയെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. CPU-ന്റെ അകത്തേക്കും CPU-ൽ നിന്നും ഡാറ്റയുടെ ഫ്ലോയിനെ മാനേജ് ചെയ്യുന്ന ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഡാറ്റ രജിസ്റ്റേഴ്സ്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്മറിക്കകത്തുനിന്ന് ഒരു ഡാറ്റനെ ഫെച്ച് ചെയ്തുകൊണ്ട് വന്ന് ALUവിന് കൊടുക്കുന്നതിന് മുന്നേ, ALU ആണ് പ്രോസസ്സ് ചെയ്യുന്നത്, ALUവിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അത് ഡാറ്റ രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് രജിസ്റ്റർ ആണ് അക്യൂമുലേറ്റർ. അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്. അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് അക്യൂമുലേറ്റർ. ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യുമ്പോൾ ലൈക്ക് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു അക്യൂമുലേറ്റർ ആയിരിക്കും അതിന്റെ റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അക്യൂമുലേറ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ഓരോ ഡാറ്റയുടെ ആവശ്യം വരുമ്പോൾ മെമ്മറിയിൽ പോയി തപ്പുന്നതിന് പകരം അക്യൂമുലേറ്റർ ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പ്രോസസ്സിങ്ങിന്റെ സ്പീഡ് ബെറ്റർ ആക്കാൻ പറ്റും, പ്രോസസ്സിങ്ങിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയാൽ 5 3 കൂടെ ആഡ് ചെയ്യുന്ന ഒരു കേസ് വരികയാണെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്ററിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് എന്തിനാ? ഫോർ ഫർദർ ഓപ്പറേഷൻസ്. ഇനി നെക്സ്റ്റ് ആണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ CPU എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രോഗ്രാം കൗണ്ടർ. CPU കറന്റ് ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു മെമ്മറിക്കകത്തുള്ള അതിന്റെ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ ഇവരാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഈ അഡ്രസ്സിലാണ് ഉള്ളത് എന്ന് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പ്രോഗ്രാം ഫ്ലോ സീക്വൻഷ്യൽ അതുപോലെ തന്നെ എഫിഷ്യന്റ് ആവണമെങ്കിൽ CPU അറിഞ്ഞിരിക്കണം ഏത് ഇൻസ്ട്രക്ഷൻ ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 2000 എന്നാണെങ്കിൽ ദെൻ പ്രോഗ്രാം കൗണ്ടർ 2004 നെക്സ്റ്റ് അഡ്രസ് ഏതാണോ ആ ലൊക്കേഷനിലേക്കായിരിക്കും മൂവ് ചെയ്തേക്കുന്നത്. ആഫ്റ്റർ എക്സിക്യൂട്ട് ഫോർ ഒരു 4 ഇൻസ്ട്രക്ഷൻ ആണ് 2004 ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും മൂവ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ CPU-ൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ അകത്ത് 2 ആൾക്കാരും കൂടെ വരുന്നുണ്ട്, ഓപ്പ് കോഡ് ആൻഡ് ഓപ്പറാൻഡ്. ഇത് ഞാൻ നെക്സ്റ്റ് ഒരു സ്ലൈഡ് ആയിട്ട് പറഞ്ഞുതരാം ഈ ഓപ്പ് കോഡ് എന്താ ഓപ്പറാൻഡ് എന്താന്ന്. സോ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പ് കോഡിനെയും ഓപ്പറാൻഡിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ക്രൂഷ്യൽ ഫോർ ഡീകോഡിംഗ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിറ്റർമൈനിങ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇനം. കറണ്ട് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തെടുക്കുന്നതിൽ ക്രൂഷ്യൽ ആണ്, അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സിക്യൂഷന്റെ സ്റ്റെപ്പും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇവരാണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഒരു അഡീഷൻ ഇൻസ്ട്രക്ഷൻ ആഡ് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ ഈ ഓപ്പ് കോഡ് ആഡ് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്, ആഡ് ആണോ സബ്സ്ട്രാക്ഷൻ ആണോ, ആഡ് ആണെങ്കിൽ ADD അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ SUB അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. ഓപ്പറാൻഡ് ആ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ മെമ്മറി അഡ്രസ്സിനെ ആയിരിക്കും ഓപ്പറാൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ടെമ്പററി രജിസ്റ്റർ. ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുമ്പോൾ സ്റ്റോർസ് ടെമ്പററി ഡാറ്റ ഡ്യൂറിങ് ഒരു പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് ടെമ്പററി ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ടെമ്പററി രജിസ്റ്റർ. യൂസ്ഡ് ടു ഹോൾഡ് ഡാറ്റ ദാറ്റ് ഈസ് നീഡഡ് ഫോർ ഷോർട്ട് ടേം പ്രോസസ്സിംഗ്. ഷോർട്ട് ടേം പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ഡാറ്റയെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ടെമ്പററി രജിസ്റ്റർ. സച്ച് ആസ് ലൈക്ക് ഡ്യൂറിങ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഇൻ കാൽക്കുലേഷൻസ്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന്റെയോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻസിന്റെയോ ഇടയ്ക്കുള്ള സ്റ്റെപ്പിൽ ഡാറ്റനെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ടെമ്പററി രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നു. Importance helps in maintaining the CPU's smooth operation by temporarily storing data. ഡാറ്റനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് CPU-ന്റെ സ്മൂത്ത് ഓപ്പറേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഒറ്റ തവണ അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടിയാണ് ഈ ഒരു ടെമ്പററി രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എ ടെമ്പററി റിസൾട്ട് ഫ്രം അരിത്തമെറ്റിക് കാൽക്കുലേഷൻ മേ ബി ഹെൽഡ് ഇൻ ടെമ്പററി രജിസ്റ്റർ ബിഫോർ ബീങ് ട്രാൻസ്ഫർ. അപ്പം ഒരു അരിത്തമെറ്റിക് കാൽക്കുലേഷന്റെ ടെമ്പററി റിസൾട്ട് അക്യൂമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ടെമ്പററി രജിസ്റ്ററിന്റെ അകത്ത് ഹെൽഡ് ചെയ്ത് വെക്കാറുണ്ട്. അതിപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ്.
ഇനി അടുത്ത ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. CPU-വും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ലൈക്ക് കീബോർഡ്സ്, പ്രിന്റേഴ്സ്, മോണിറ്റേഴ്സ് എക്സെട്ര. ഒരു CPU ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. CPU-വും പെരിഫറൽ ഡിവൈസുകളും തമ്മിലുള്ള സ്മൂത്ത് ഇന്ററാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് അലോയിങ് ഫോർ ഡാറ്റ എക്സ്ചേഞ്ച് വിത്തൗട്ട് ഡിസ്ട്രപ്റ്റിംഗ് ദ CPU's പ്രൈമറി. ഒരു CPU-ന്റെ പ്രൈമറി ഓപ്പറേഷൻസിനെ ഒരു ഡിസ്റ്റർബ് ചെയ്യാതെ ഡാറ്റ എക്സ്ചേഞ്ചിനെ അലോ ചെയ്യുന്നു. CPU പ്രോസസ് ചെയ്യുന്നതിന് മുന്നേ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ ആയിരിക്കും കീബോർഡിന്റെ ഇൻപുട്ടിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. സമ്മറി നോക്കി കഴിഞ്ഞാൽ ഒരു CPU-ന്റെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമിങ്ങിന് വേണ്ടി രജിസ്റ്റേഴ്സ് വന്ന വളരെ വലിയ റോളാണ് ചെയ്യുന്നത്. ഡാറ്റ അതുപോലെ ഇൻസ്ട്രക്ഷൻസ് അഡ്രസ്സുകളുടെയൊക്കെ ക്വിക്ക് ആക്സസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. CPU-ന്റെ എഫിഷ്യൻസി, സ്പീഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ രജിസ്റ്റേഴ്സിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ബേസിക്കലി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. അപ്പൊ ഈ രജിസ്റ്റേഴ്സിന് ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട്. ഓരോ രജിസ്റ്റേഴ്സിനും ഓരോ സൈസ്, ഇത്ര ബിറ്റ് എന്ന് വെച്ചിട്ട് ഓരോ രജിസ്റ്റേഴ്സിനും ഓരോ സൈസ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു മെമ്മറി എടുത്തിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ഒരു രജിസ്റ്റേഴ്സിന്റെ നമുക്ക് അതിന്റെ സൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വേർഡ് എന്താണ്. മെമ്മറി, ഒരു യൂണിറ്റിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ ആണ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന മെമ്മറിയുടെ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് 4096 ആണ്. സോ ഈ 4096 into 16 എഴുതിയിരിക്കുന്നത്. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. 16 ബിറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ് ആണ് ഓരോ മെമ്മറി ലൊക്കേഷന്റെ ഓരോ സ്റ്റോർ ചെയ്യുന്നത് 16 ബിറ്റിലാണ്. ഇങ്ങനെ ഒരു മെമ്മറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ ലൊക്കേഷനിലും 16 ബിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. സോ ഈ ഒരു 4096നെ 2:12 എന്ന് എഴുതാൻ പറ്റും. ഈ 2:12 ഇതിൽ 12 ബിറ്റ് എന്ന് പറയുന്നത് അഡ്രസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ലൊക്കേഷന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 12 ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, മെമ്മറിക്കകത്തുള്ള ഓരോ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സിനെയാണ് അഡ്രസ് രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 12 ബിറ്റ് ആണ് ഇവിടുത്തെ അഡ്രസ്സിന് വേണ്ടി കൊടുത്തേക്കുന്ന 12 ബിറ്റ് ആണ്. സോ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ 0 to 11 വരെ ആയിരിക്കും ഇതിന്റെ അഡ്രസ് രജിസ്റ്ററിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇവിടെ 12 ബിറ്റ്സ് ആയിരിക്കും ഈ ഒരു അഡ്രസ് രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡാറ്റ രജിസ്റ്റർ. സോ ഡാറ്റ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ വേർ വി സ്റ്റോർ ദ ഡാറ്റ ഓർ വേർ വി ബ്രിങ് ഡാറ്റ. സോ ഹൗ മെനി ബിറ്റ്സ് വിൽ ബി ഇൻ എ വേർഡ്. ഒരു വേർഡിന്റെ അകത്ത് എത്ര ബിറ്റ്സ് ഉണ്ട്? 16 ബിറ്റുകളാണ് ഒരു വേർഡിന്റെ അകത്ത് ഉള്ളത്. സോ ടോട്ടൽ സൈസ് ഓഫ് ദ ഡാറ്റ രജിസ്റ്റർ വിൽ ബി 16. ഡാറ്റ രജിസ്റ്ററിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ 16 ആയിരിക്കും. സോ 0 to 15 ആയിരിക്കും ഈ ഒരു ഡാറ്റ രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അക്യൂമുലേറ്റർ. അക്യൂമുലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർമീഡിയറ്റ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അക്യൂമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എഗെയിൻ എന്താണ്? ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാ. സോ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 0 to 15 ആയിരിക്കും. 16 ബിറ്റ് ആയിരിക്കും അക്യൂമുലേറ്ററും സ്റ്റോർ ചെയ്യുന്നത്. സോ ഡാറ്റയുടെ സൈസ് എത്രയാണോ അതാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത പ്രോഗ്രാം കൗണ്ടർ. അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് പ്രോഗ്രാം കൗണ്ടർ. അഡ്രസ് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാം കൗണ്ടറും ഈ അഡ്രസ് രജിസ്റ്ററിനെ പോലെ തന്നെ 0 to 11 അതായത് 12 ബിറ്റ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറും സ്റ്റോർ ചെയ്യുന്നത്. പ്രോഗ്രാം കൗണ്ടറിന്റെ സൈസ് എന്ന് പറയുന്നത് 12 ബിറ്റ്സ് ആണ്. സോ 0 to 11. അക്യൂമുലേറ്റർ എന്ന് പറയുമ്പോൾ 0 to 15. ഡാറ്റ രജിസ്റ്ററും ഡാറ്റ ആണ് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് 0 to 15. ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് ഈ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ ചെയ്യുന്നത്, എന്ത് ഓപ്പറേഷൻ, ഇപ്പൊ എന്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് അവിടെ ചെയ്യാൻ പോകുന്നത്, അതാണ് ഓപ്പ് കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ആഡ് ആണോ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണോ നടക്കുന്നത്, ദെൻ ആഡ് ആണെങ്കിൽ ADD എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഓപ്പ് കോഡിന്റെ അകത്ത് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ആഡ് എന്നായിരിക്കും ഓപ്പ് കോഡിന്റെ അകത്ത് കൊടുക്കുന്നത്. ദെൻ ഓപ്പറാൻഡ്, ആ എക്സിക്യൂട്ട് ചെയ്യുന്ന അഡീഷൻ ഏത് നമ്പർ ആണോ അതിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ഓപ്പറാൻഡ്. ഓക്കെ, സോ നമുക്ക് ഇനി ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ സൈസ് നോക്കാം. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ആഡ് എന്ന് പറഞ്ഞു, ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അഡ്രസ്സിന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, 0 to 11 ബിറ്റ്സ് ആണ് അഡ്രസ്സിന് വേണ്ടിയുള്ളത്. സോ 0 to 11 ബിറ്റ്സ് അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇനി മിച്ചമുള്ളത് എത്രയാണ്? സോ ടോട്ടൽ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 0 to 15 ആണ്. അതിന്റെ അകത്ത് 0 to 11 വരെ ഓപ്പറാൻഡ് എടുക്കും. ഇനി മിച്ചമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതില് ഓപ്പ് കോഡ് എടുക്കുന്നത് 3 ആയിരിക്കും. ദെൻ ഈ ഒരു പോർഷനെ കുറിച്ച് പറഞ്ഞില്ല. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്.
സീറോ അല്ലെങ്കിൽ 1 എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സീറോ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിനെ, 1 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിനെ ആയിരിക്കും കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് പറയാം. നമുക്ക് ഒരു അഡീഷൻ ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. 450 എന്ന് പറയുന്നത് ഓപ്പറാൻഡ് ആണ്, ആഡ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പ് കോഡ് ആണ്, ദെൻ സീറോ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. സോ ഒരു മെമ്മറി ഉണ്ട്, ആ മെമ്മറിക്കകത്ത് നമ്മൾ പറയാണ് ഇവിടുത്തെ ഈ ഒരു മെമ്മറിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 450 ആണ്. ഓക്കെ, ഈ ഒരു ലൊക്കേഷനിലാണ് ഇവിടുത്തെ നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത്. അപ്പൊ ആ ഡാറ്റന്റെ അഡ്രസ് ആണ് ഓപ്പറാൻഡ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ സീറോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് അഡ്രസ്സ് കാണിച്ചു കഴിഞ്ഞാൽ, ഈ MSB ബിറ്റ് സീറോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ ഈ ഒരു സ്ഥലത്ത് 450 എന്ന് മെമ്മറിക്കകത്ത് 450 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമുക്ക് വേണ്ട ഡാറ്റ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാവും. ഇനി സപ്പോസ് ഇവിടെ സീറോ അല്ല, 1 ആണ് കൊടുത്തെങ്കിൽ എന്താണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിനെയാണ് കാണിക്കുന്നത്. ഇൻഡയറക്റ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ 450 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അപ്പം ആദ്യം നമ്മൾ മെമ്മറിക്കകത്ത് പോകണം. 450 എന്ന് പറയുന്ന വാല്യൂ 450 അഡ്രസ്സ് നോക്കണം. 450ക്കകത്ത് സപ്പോസ് 450 എന്ന് പറയുന്ന അഡ്രസ്സ് നോക്കുമ്പോൾ അവിടെ 1101 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1101 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പോകും. ഇവിടെ എന്ത് വാല്യൂ ആണ്, ഇവിടെയാണ് ശരിക്കും അപ്പൊ നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത്. നേരത്തെ സീറോ ആയിരുന്നെങ്കിൽ ജസ്റ്റ് 450ക്കകത്തുള്ള വാല്യൂ എന്താണോ അത് പോയി എടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ MSB ബിറ്റ് 1 ആണെങ്കിൽ 450യിൽ ആദ്യം പോകണം. 450 ആണെങ്കിൽ 450യിൽ പോയിട്ട് അവിടെയുള്ള വാല്യൂ എന്താണ്, അതിന്റെ അഡ്രസ്സ്, ആ വാല്യൂ എവിടെയാണ് കൊടുക്കുന്നത് അത് പോയി നമ്മൾ എടുക്കേണ്ട വരും. സോ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ സൈസ് എങ്ങനെയാണ്, 0 to 15 ആണ് വരുന്നത്. അതിൽ 0 to 11 അഡ്രസ് ഓപ്പറാൻഡിൽ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓപ്പ് കോഡ് 3 ബിറ്റ് എടുക്കും. ദെൻ ലാസ്റ്റ് 1 ബിറ്റ് ഫോർ MSB. 0 അല്ലെങ്കിൽ 1 വേണമെങ്കിൽ ഇവിടെ വരാം. നെക്സ്റ്റ് ആണ് ടെമ്പററി രജിസ്റ്റർ. ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതും ഡാറ്റനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ 0 to 16 ബിറ്റ് ആയിരിക്കും വരുന്നത്. സോ 0 to 15. ഇവിടുത്തെ ടെമ്പററി രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് 0 to 15 ആണ്. നെക്സ്റ്റ് ആണ് ഇൻപുട്ട് രജിസ്റ്റർ വരുന്നത്. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കീബോർഡിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റനെ എടുത്തിട്ട് ഇൻപുട്ട് രജിസ്റ്ററിലേക്കായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് ഇൻപുട്ട് രജിസ്റ്ററിന്റെ അകത്തു നിന്നായിരിക്കും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിന്റെ അകത്തേക്ക് ആ ഒരു ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്യൂമുലേറ്ററിലേക്ക്. ഇവിടെ ഇൻപുട്ട് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ആണ്. മറ്റ് രജിസ്റ്റേഴ്സുമായിട്ട് ഈ ഇൻപുട്ട് രജിസ്റ്ററിന് ഒരു ബന്ധമില്ല. ജസ്റ്റ് കീബോർഡിൽ ഇപ്പൊ നമ്മളൊരു കീബോർഡിന്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻപുട്ട് രജിസ്റ്ററിലേക്ക് കൊടുക്കും. ഇൻപുട്ട് രജിസ്റ്ററിന്റെ അകത്തുനിന്ന് അക്യൂമുലേറ്റർ അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിന്റെ അകത്തേക്ക് ആ ഒരു ഡാറ്റനെ കൊടുക്കും. ഇവിടെ 8 ബിറ്റ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സും സെയിം ഇതുപോലെ തന്നെ ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. മോണിറ്റേഴ്സ്, പ്രിന്റർ, സ്കാനർ, ഇതെല്ലാം ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് രജിസ്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.